ഒരു അശ്രദ്ധയുടെ ഇരയായി മാറുകയായിരുന്നു ഒരു ജീവൻ. പത്തനംതിട്ട തിരുവല്ലയിൽ റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. തകഴി സ്വദേശി സെയ്ദാണ് മരിച്ചത്. മുത്തൂർ ഗവൺമെന്റ് സ്കൂൾ വളപ്പിലെ മരത്തിന്റെ കൊമ്പ് മുറിച്ച് നീക്കുന്നതിനായി റോഡിന് കുറുകെ വലിച്ചു കെട്ടിയ വടം അത് കഴുത്തിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു അശ്രദ്ധ, അതാണ് ഒരു ജീവൻ കവർന്നിരിക്കുന്നത്. ഇപ്പോൾ തൊഴിലാളികൾ കസ്റ്റഡിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ജയശങ്കർ? റീജിത്ത്, ചെറിയ അശ്രദ്ധയല്ല, വളരെ വലിയൊരു അശ്രദ്ധയാണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുത്തൂർ ജംഗ്ഷനിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തോട് ചേർത്ത് ഒരു പോസ്റ്റുമായിട്ടാണ് ഇത്തരത്തിലൊരു കയർ അനധികൃതമായി കെട്ടിയിരുന്നത്. അതായത് ഈ നാട്ടുകാരും പോലീസും ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിലൊരു കയർ കെട്ടി ഗതാഗതം നിയന്ത്രിക്കുന്നു എന്ന കാര്യം തങ്ങൾക്കറിയില്ല. അത്രയും അശ്രദ്ധമായി ഒരു കയർ കെട്ടുന്നു. ആ കയർ കെട്ടി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ സ്ഥലത്താണ് ഈ സ്കൂട്ടർ തട്ടി വീഴുന്നത്. അതിനുശേഷം സ്കൂട്ടർ തെറിച്ചു പോകുന്നു. ഈ റോഡിൽ ഉൾപ്പെടെ അതിൻ്റെ പാടുകളുണ്ട്. നിലവിൽ ഈ സ്കൂട്ടർ ഇവിടെ നിന്ന് നാട്ടുകാരുൾപ്പെടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അശ്രദ്ധമായൊരു വടം ഈ സ്കൂളിൽ മരം മുറിക്കുന്നതിന് കുറച്ച് മീറ്ററുകൾ അകലെ കെട്ടുന്നു. ഈ വടം മുറിച്ചത്, ഈ വടം കെട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സിഗ്നലുകളും നൽകുന്നില്ല. ആളുകളെ നിയന്ത്രിക്കാൻ ആളുകളില്ല. അങ്ങനെ ഈ അശ്രദ്ധമായി കെട്ടിയ കയറിൽ ഈ ആലപ്പുഴ സ്വദേശി സയ്യിദ് വന്ന് തട്ടുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാഹനം മറയുന്നു. അതൊരു വലിയ അപകടമായി മാറുന്നു. എന്തായാലും ഈ മുത്തൂർ ജംഗ്ഷനെ സംബന്ധിച്ച് ഒരു 3 മണി 3:30 സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവർ വലിയ നടുക്കത്തിലാണ്. അവരെ സംബന്ധിച്ച് തികച്ചും അനാസ്ഥ, ഒരു വലിയ ഇരയായി ആ കുടുംബം മാറിയെന്നൊരു കുറ്റബോധം അവരെ സംബന്ധിച്ചുണ്ട്. ഇത് ഈ പ്രദേശവാസിയായ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവം? രാവിലെ ഞാൻ വരുമ്പോഴത്തേനും ഇതുപോലെ ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളെ കരച്ചിലൊക്കെ ആയിരുന്നു. സാധാരണ ഇവിടെ ഒരാളെ ഇടും നമ്മളിത് ചെയ്യുമ്പോഴത്തേന്. ഇത് 2-3 തവണ മരം വെട്ടാകുമ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. ഒരു കയർ മാത്രം കെട്ടി തുണി, മറ്റ് സാധാരണ സിഗ്നലോ അല്ലെങ്കിൽ ഒരു ഇത് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇതൊന്നും ചെയ്യാതെ ഒരു കയർ മാത്രം. പക്ഷേ ഈ വന്ന ആൾ പെട്ടെന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവർ വലിയ ഇതൊക്കെ വരുന്ന റോഡല്ലേ, ഗതാഗതമുള്ള റോഡാണ്. ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ നല്ല തിരക്കുള്ള റോഡാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. അപ്പം ആളില്ല. ഇവർ വന്ന് നേരെ കുരുങ്ങുമായിരുന്നു. ശാസനം കുരുങ്ങി വണ്ടി കൈവിട്ടുപോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, നേരെ അങ്ങോട്ട് പോയി നിരങ്ങിപ്പോയി ഇതാവുമായിരുന്നു. ശ്രദ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അതെ, ഇത് ഇവരുടെ ശ്രദ്ധക്കുറവാണ്. ഈ അതായത് അവരൊരാളെ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ 1500 രൂപ ആയിരിക്കും. അവർ എങ്ങനെ ഒരു സംഭവം പറയുന്നത് കേട്ടു. ഒരാൾ അതുകൊണ്ടായിരിക്കും അത് കുറച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെയൊക്കെ. അതായത് റിജിത്ത്, ഈ തൊഴിലാളികളുടെ, ഈ മരം മുറിക്കാരുടെ തികഞ്ഞ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ വലിയ ഒരു ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സഞ്ജയ്, നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് കാണിച്ചു തരും. ഒരു ഹെൽമറ്റും ഒരു ചെരുപ്പും എല്ലാം ഇരിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ട ആലപ്പുഴ സ്വദേശി സെയ്ദിൻ്റെ ഭാര്യ ഉപയോഗിച്ച ഹെൽമറ്റായിരുന്നു. കുട്ടിയുടെ ചെരുപ്പുണ്ട്. കണ്ടോ, ഇത് വളരെ ദാരുണമായ ഒരു കാഴ്ചയാണ് ഈ സ്ഥലത്തുള്ളത്. ചില ആളുകളുടെ അശ്രദ്ധ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയെ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കുന്നു. ആ വലിയ നടുക്കത്തിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. തികച്ചും അശ്രദ്ധയാണ്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കരാർ. ജയശങ്കർ, ഇങ്ങനെ തിരക്കേറിയ റോഡിൽ മരം മുറിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പതിവായി നമ്മളിങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ കാണാറുള്ള ചില കാഴ്ചകളുണ്ടല്ലോ. ഈ കയറ് കെട്ടി വാഹനം നിയന്ത്രിച്ചാൽ തന്നെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് ആളുകൾ വാഹനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തും. ഇങ്ങനെ ഒന്നുമില്ലാതെ ഇത്രയും തിരക്കേറിയ റോഡിൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഈ സെയ്ദിനൊപ്പം പരിക്കേറ്റ കുടുംബാംഗങ്ങളുടെ ആരോഗ്യനില എന്താണ് ജയശങ്കർ? അതായത് റിജിത്ത്, അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതിൽ ചെറിയ തോതിലുള്ള പരിക്കുകൾ മാത്രമാണ് അവർക്ക് ഉണ്ടായത്. ഈ നാട്ടുകാരെല്ലാം പറയുന്നതനുസരിച്ച് തലനാരിഴക്കാണ് ആ കുടുംബം രക്ഷപ്പെടുന്നത്. കാരണം വലിയൊരു അപകടം ഉണ്ടാകുന്നു, വണ്ടി തെറിച്ചു വീഴുന്നു, ചെറിയ കുട്ടികളാണ്. ഇവരെല്ലാം തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് വലിയൊരു ആകുമായിരുന്നു. ഒരു കുടുംബം തന്നെ ഈ ഒരു അപകടത്തിൽ, ഒരു അശ്രദ്ധയിൽ കുടുംബത്തിന് തന്നെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഏതായാലും കുടുംബം നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ സെയ്ദ് മരണപ്പെടുന്നത് ഈ കയറ് ഈ കഴുത്തിൽ കുരുങ്ങിയും ഈ കഴുത്ത് തന്നെ അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ വണ്ടിയുടെ നിയന്ത്രണവും വിട്ടുപോയി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും തിരുവല്ല പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ അശ്രദ്ധമായി ഇത്തരത്തിൽ കയർ കെട്ടി. പത്തനംതിട്ട തിരുവല്ലയിലാണ് റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യമുണ്ടായത്. AV ജയശങ്കർ ആ സംഭവ സ്ഥലത്ത് നിന്ന്, അപകട സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.